ഈ കമൻറ്റ് ശ്രദ്ധിക്കുക. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് ഭയങ്കരമായിട്ടുള്ളൊരു കമൻറ്റാണ്. സിലുവിൻ്റെ ഊഞ്ഞാൽ തന്നെയാണെന്ന് മൂപ്പർ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. സിലുവിൻ്റെ ഊഞ്ഞാൽ തന്നെ, അഥവാ വിറ്റത് സിലുവിൻ്റെ ഊഞ്ഞാൽ തന്നെയാണെന്നോ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇട്ടിരുന്നത്, വിൽക്കാൻ വെച്ചിരുന്നത് സിലുവിൻ്റെ ഊഞ്ഞാലാണെന്നാണ് പറയുന്നത്. ഇതെന്താ ഉദ്ദേശിക്കുന്നത്, ഈ കമൻറ്റ് ഉദ്ദേശിക്കുന്ന ആളെന്ന് അറിയത്തില്ല. ബട്ട് ഇതിൻ്റെ തൊട്ട് താഴത്തൊരു കമൻറ്റ്, മൂപ്പർ NPD. സോ സമാധാനത്തിന് വേണ്ടി സിലു മാറി താമസിക്കുന്നു എന്ന് മാത്രം. അവർ പിരിയില്ല, പിരിയാനാകില്ല. ഇങ്ങനെ പറയാൻ ഒരാൾക്ക് കഴിയുമോ? ഇത് അവരറിയാത്തവർക്കോ? ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. കഴിഞ്ഞ ദിവസം, ഒരു ദിവസമായി നമ്മുടെ സിലു ടോക്സ് സൽഹ, ഞാൻ സല എന്നാണ് പറയുന്നത്. അപ്പോൾ പലരും എനിക്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടത് സൽഹ എന്നാണ് പേര്. ഓക്കെ, സല എന്നാണ് പറഞ്ഞത്. മെനുവി അത് വരുന്ന വഴിക്ക് അങ്ങനെ വന്നു പോവും, ചിലപ്പോൾ തെറ്റിദ്ധരിക്കരുത്, ക്ഷമിക്കണം. എനിവേ, സൽഹ പുള്ളിക്കാരത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ ഒരു വീഡിയോ വന്നതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ കുറേ കാര്യങ്ങൾ. ഇതിൻ്റെ അകത്ത് ഞാൻ ഇട്ട വീഡിയോയുടെ താഴെ കുറച്ചധികം കമൻറ്റുകൾ, അത് വളരെ റിലവൻ്റ് തോന്നി. കാരണം ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോക്കകത്ത്, കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കണ്ടറിയാം. ആ വീഡിയോക്കകത്ത് ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നു, കുറച്ച് ആൾക്കാർ എന്നെ ഇൻബോക്സിൽ അവരുടെ ഫേക്ക് ID ആണെന്ന് തോന്നുന്നു ത്രൂ കോൺടാക്ട് ചെയ്ത ഒന്നിലധികം ഐഡികളിൽ നിന്നും പല കാര്യങ്ങളും എന്നോട് പറഞ്ഞിരുന്നു. അതിനകത്ത് ഇവരുടെ കുറേ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടും സാമ്പത്തിക പ്രശ്നങ്ങളും കടങ്ങളും ഉണ്ടായിരുന്നു. 40-50 ലക്ഷമൊക്കെ എന്തോ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന കടമൊക്കെ ഇവർ തീർത്തു. അങ്ങനെ പല കാര്യങ്ങളും, തിരിച്ച് വീട് പിടിച്ചു, ഇങ്ങനെ പലതും. അപ്പോൾ ആ വീടാണ് വിൽക്കാൻ വേണ്ടിയിട്ട് പോകുന്ന അടക്കമുള്ള കാര്യങ്ങൾ. പിന്നെ അതിനുശേഷം ഞാൻ വീഡിയോ ഇട്ടതിന് ശേഷം കുറേ ആൾക്കാർ കുറേ അധികം ഇൻബോക്സിനകത്ത് വന്നു. ഈ അതിനകത്തൊക്കെ ചില സ്ഥലങ്ങളിൽ എൻ്റെ ഇൻബോക്സ്, ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് ഞാനതൊന്നും നമ്മൾ പറയുന്നില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ചിലത് ഇതിനകത്ത് എൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ വന്നിട്ടുണ്ട്. അതാണ് നിങ്ങളെയും കൂടെ ഒന്ന് കാണണം. ഇതിനകത്ത് ഒരു പ്രീ ജഡ്ജ്മെൻറ്റ്, അതായത് ഇതിനകത്ത് ഇന്ന വ്യക്തി ഇന്നതാണ്, ഇപ്പം സിലു ഇങ്ങനെയാണ്, അല്ലെങ്കിൽ സിലുവിൻ്റെ ഹസ്ബൻഡ് ഗഫൂർ ഇക്ക അദ്ദേഹം ഇങ്ങനെയാണെന്നൊന്നും ഞാൻ പറയാൻ അർഹനല്ല, ആളുമല്ല. എൻ്റെ മുമ്പിലേക്ക് എത്തിയൊരു കാര്യമാണ്. പക്ഷേ പരക്കെ ആ സ്ത്രീയെ അധിക്ഷേപിച്ചുകൊണ്ട്, വളരെയധികം മോശമായ പരാമർശങ്ങൾ നടത്തിക്കൊണ്ട്, ആ സ്ത്രീയെ സ്ലട്ട് ഷെയിം ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരുപാട് പേര് ഇറങ്ങി നടക്കുന്നുണ്ട്. അതിൻ്റെ കാരണം ആ സ്ത്രീ ഒറ്റയ്ക്ക് ജീവിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളൊരൊറ്റ കാരണമാണ്. അതിൻ്റെ പിന്നിൽ എന്താണെന്നുള്ള കാര്യത്തിനെക്കുറിച്ച് യാതൊരു ധാരണയില്ലാത്ത ആൾക്കാരാണ് ഈ പറയുന്ന പ്രവൃത്തിക്ക് പിന്നിലെന്നും കൂടെ ചിന്തിക്കാം. ഇതിൻ്റെ പുറകിൽ ഒരു റീച്ച് സപ്പോർട്ട് പരിപാടികളൊന്നും അല്ല കേട്ടോ, അതൊന്നും അല്ല. അത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഈ കമൻറ്റുകൾ ഇട്ടതും ചിലപ്പോൾ ഇവരെ നേരിട്ട് അറിയുന്നവരോ ഇതിൻ്റെ ഉള്ളറകളിലുള്ള ആൾക്കാരോ ഒക്കെ ആവാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇത്രയും വിശദമായിട്ടൊന്നും നമുക്കിത് കമൻറ്റ് ബോക്സിൽ വരത്തില്ല. ഓക്കെ, നമുക്ക് ഒന്നൊന്നായിട്ട് നോക്കാം. അതിനകത്ത് ഒരു മേജർ ഇഷ്യൂ ഉള്ളൊരു സ്ഥലമുണ്ട്, അതിലേക്ക് നമുക്ക് വരുമ്പോൾ ഞാനത് അങ്ങനെ തന്നെ പറയാം. ഓക്കെ, ആദ്യം ഈ ചെറ്റ ഞാൻ പറയുന്നതല്ല കേട്ടോ, കമൻറ്റ് ബോക്സിലാണ്. ദയവായി അദ്ദേഹം കേൾക്കുവാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ ഒരിക്കലും താങ്കളെ ഒരു വാക്കുകൊണ്ട് പോലും മോശം ഈ വീഡിയോക്കകത്ത് ഒരു വീഡിയോയിൽ ഞാൻ പറയത്തില്ല. ഇതിൻ്റെ അകത്ത് പറയുന്നു പോകുന്ന ആൾക്കാരുടെ ഇതാണ് അഭിപ്രായങ്ങളാണ്. ഈ ചെറ്റ സിലു അറിയാതെ 48 ലക്ഷം രൂപ ലോൺ എടുത്തു. അദ്ദേഹം 48 ലക്ഷം രൂപ ലോൺ എടുത്തു. പാവം ആ പെണ്ണ് ഓരോന്നായി തിരിച്ചു പിടിച്ചു. അങ്ങനെ ഒത്തിരി ഉണ്ട് പറയാൻ ഇപ്പോൾ. അപ്പോൾ ഇവരെ അറിയുന്ന ആരോ ആയിരിക്കണം എന്ന് തോന്നുന്നു ഇങ്ങനെ കമൻറ്റ് ഇട്ടത്. ഇവൻ വീട് വിൽക്കുന്നു എന്ന് എത്ര കൂളായിട്ടാണ് പറയുന്നത്. എടോ, തനിക്ക് വീട് വിൽക്കാനായത് ആ പെണ്ണ് ലോൺ തിരിച്ചടച്ചത് കൊണ്ടാണ് മൊയന്തൻ ഗഫൂർ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നു. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. അങ്ങനെ ഒരാളെ നമ്മൾ അങ്ങനെ പറയാൻ ഒട്ടും പാടില്ല എന്നുള്ളതാണ് ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അത് 73 പേര് കമൻറ്റ് ലൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് 48 ലക്ഷം രൂപയ്ക്ക് ഇദ്ദേഹം വരുത്തി വെച്ചിട്ടുള്ള ലോൺ ബാധ്യത ആ പെണ്ണ് അഥവാ ആ സ്ത്രീ അവരുടെ കഷ്ടപ്പാടിൻ്റെ ഇടയിൽ നിന്ന് ഈ കുട്ടികളെ വളർത്തുന്ന, കുടുംബം നോക്കുന്നതിൻ്റെ ഇടയിലുണ്ടാക്കിയ വീഡിയോസിൻ്റെ ഇതുകൊണ്ട് യൂട്യൂബിൽ അവർ പരമാവധി വീഡിയോ ചെയ്തു. ഒരു വീഡിയോ ഞാൻ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് ഒരു കാര്യം ഞാൻ പറയാം. ഈ യൂട്യൂബിൻ്റെ അകത്ത് കോണ്ടന്റ് ക്രിയേറ്റേഴ്സൊക്കെ ഭയങ്കരമായിട്ട് പൈസ ഉണ്ടാക്കുന്നു എന്നുള്ളൊരു ഒരു സംസാരമുണ്ട്. ഞാൻ അത് തെറ്റ് പറയുന്നില്ല, പൈസ ഉണ്ടാക്കുന്നവരുണ്ട്. പക്ഷേ നഖം നനയാതെ നത്തെടുക്കാൻ കഴിയില്ല എന്ന് നമ്മുടെ നാട്ടിലൊരു പൊരുളുണ്ട്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ അവർ പറയുന്ന ഒരു കൊളോക്കിയൽ ഒരു വേർഡാണത്. അതായത് നമ്മൾ നോ പെയിൻ നോ ഗെയിൻ. അതായത് ഈ പറയുന്ന ഒരു വീഡിയോ ചെയ്യാനുള്ള സമയം, അറ്റ്ലീസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ഒരാൾ ചെയ്യാനെടുക്കുന്ന സമയം തന്നെ എത്ര മാത്രമാകും എന്നുള്ള കാര്യം അറിയാത്തവരാണ് ഇങ്ങനെ ചുമ്മാ പൈസ ഉണ്ടാക്കാൻ പറ്റും. ചുമ്മാ പൈസ ആർക്കും ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇവിടെ സിലു ടോക്സിലെ സൽഹ പുള്ളിക്കാരത്തിയുടെ ഇടുന്ന വീഡിയോയുടെ ക്വാളിറ്റി എത്രമാത്രം ക്വാളിറ്റിയിലാണ് ഫുഡ് ഉണ്ടാക്കുന്നതാണെങ്കിലും വീടിൻ്റെ സംഭവമാണ്. കാരണം ഒരു ക്യാമറ ഫോക്കസ്ഡ് ആയിരിക്കുന്ന സ്ഥലം, ഇപ്പം നിങ്ങൾ നോക്കൂ, ഈ ക്യാമറയുടെ നിങ്ങൾ കാണുന്ന ഈ പൊസിഷൻസ് ഒക്കെ ഞാൻ വളരെ നല്ല സ്ഥലം മാത്രമാണ് ഇതിനകത്ത് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ താഴേക്കോ അതിൻ്റെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതല്ല അവസ്ഥ. അപ്പോൾ ആ ക്യാമറ ആംഗിളിലേക്ക് പോകുന്ന പൊസിഷൻസ് എല്ലാം വൃത്തിഹീനമായ സാഹചര്യത്തിൽ എവിടെയെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കും. അപ്പോൾ അത്രയും നോക്കി ശ്രദ്ധിച്ച് ആ സ്ത്രീ ആ വീഡിയോ ഒക്കെ ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ആ വീഡിയോ ചെയ്തത്.
നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഒരുപാട് ശ്രമമാണ്, പരിശ്രമമാണ്. ഒരു വീഡിയോ ചേർക്കാൻ എനിക്കുള്ള സമയം എനിക്കറിയാം. അപ്പോൾ അവർ വീഡിയോ ചെയ്യുന്നു, ഷോർട്ട് വീഡിയോ ചെയ്യുന്നു, ഇങ്ങനെ പലതും ചെയ്തിട്ട് അത് പല പല വീഡിയോസിനെ എടുത്തിട്ട് അത് പല ആംഗിളിൽ വെച്ച് ഷൂട്ട് ചെയ്തിട്ട് അതിനെ കോർത്തിണക്കിക്കൊണ്ടുള്ള വീഡിയോസ് ആയിട്ട് എടുക്കുമ്പോൾ എത്രമാത്രം ടൈം എടുക്കും. പിന്നെ വോയിസ് ഓവർ കൊടുക്കണം. അപ്പോൾ അതിനിടയിൽ കുട്ടികളെ പഠിത്തം, കുട്ടികളെ സ്കൂളിലേക്കാണ്, ഇതെല്ലാം ചെയ്യുന്നു. അപ്പോൾ എന്തുമാത്രം പ്രയത്നമാണ് ആ സ്ത്രീ എടുക്കുന്നത്. ആ കഷ്ടപ്പാടിൽ നിന്ന് ഉണ്ടാക്കിയ കാശ് കൊണ്ട് 48 ലക്ഷം രൂപയുടെ ലോൺ അവർ അടച്ചു തീർത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമില്ല. ഒരു ബിഗ് ഹാറ്റ്സ് ഓഫ് കൊടുക്കണ്ടേ ആ സ്ത്രീക്ക്? അത്രയും കഷ്ടപ്പെട്ട നേടിയില്ലേ? അങ്ങനെ ആ അഞ്ച് കുട്ടികൾക്കിടയിൽ ആ ഒരു സാമ്പത്തിക ബാധ്യത അവർ തീർത്തിട്ടുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ കാണുന്നു. ഇത് ശരിയല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ പബ്ലിക്കായിട്ട് പറയാതെ ശരിയല്ല, ഇതെൻ്റെ മേൽ ചുമ്മാ കൊണ്ടുവരുന്ന ആരോപണം മാത്രമാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാം, അത് നിരാകരിക്കാം. പക്ഷേ എൻ്റെ മുമ്പിൽ നിൽക്കുന്നൊരു കാര്യം മാത്രമേ ഞാൻ പറയുന്നു. ഇവിടെ ഞാൻ അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തുന്നില്ല, അങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം എൻ്റെ ഇൻബോക്സുകളിലേക്കും വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് തിരിച്ചെടുത്തു. അദ്ദേഹം ആ ഒരു വീട് തന്നെ ഇന്ന് അവർ ആ വീട്ടിലില്ലാത്ത സമയത്ത് ആ വീട് വിൽക്കാൻ വേണ്ടിയിട്ട് ത്വര കാണിക്കുന്നു എന്നുള്ളതാണ് ഈ ആൾക്കാർ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതൊരു ന്യായമായ ചോദ്യം കൂടിയാണ്. കാരണം ആ സ്ത്രീയും ആ കുട്ടികളൊന്നും ആ വീട്ടിലിപ്പോൾ ഇല്ല. അപ്പോൾ അവരില്ലാത്ത സമയത്ത് അദ്ദേഹം ആ വീട് വിറ്റിട്ട് പോകുന്നു. അദ്ദേഹം ഉണ്ടാക്കിയ ബാധ്യത തീർത്ത ആ സ്ത്രീക്ക് അതിനകത്ത് യാതൊരു പരിഗണനയും കൊടുക്കാതെ അദ്ദേഹം ആ വീട് വിട്ടിറങ്ങുന്നു എന്നൊക്കെ പറയുമ്പോൾ, വിറ്റിട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ ഒരു ന്യായമല്ലാത്ത കാര്യമായിട്ട് എനിക്ക് തോന്നി. ഓക്കെ, യെസ്, അവളുടെ പേരിൽ ഉള്ള വീടാണോ അയാൾ ലോൺ എടുത്തത്? രണ്ടുപേരുടെയും പേരിലാണ്. അപ്പോൾ ഇതൊക്കെ അറിയുന്ന ആരോ ആണ് കേട്ടോ. രണ്ടുപേരുടെയും പേരിലാണ് ആ വീടിരിക്കുന്നത് നമ്മൾ. അപ്പോൾ എന്താണ് അദ്ദേഹത്തിന് വിൽക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 5 മക്കളെ ഉണ്ടാക്കിയിട്ടുണ്ട് തെണ്ടി. സോ അതുങ്ങളെ കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ ചാരിറ്റി കോപ്പ് കള്ളപ്പൂ എന്നൊക്കെ പറഞ്ഞ് തെറി പറയാൻ ശ്രമിക്കുന്നു. ഇതാരാ മൂപ്പൻ്റെ അനിയനെ? കഴിഞ്ഞ വീഡിയോക്കകത്ത് എല്ലാവരും ചോദിച്ചു, എൻ്റെ മോന്ത കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട്. എൻ്റെ മോന്ത കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് കൊള്ളാമെന്ന് പറഞ്ഞവരുണ്ട്. ഞാനത് എന്താ പറയുക, അതങ്ങനെ സംഭവിച്ചെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ ഞാനൊരു പ്രീ പ്ലാൻഡ് ആയിട്ട് ഇന്നൊരു പെട്ടെന്ന് ഇങ്ങോട്ട് ക്ലീൻ ഷേവ് ചെയ്ത് കളയാം എന്ന് ചിന്തിച്ച ഒരാളല്ല. ഓക്കെ, ഓരോ കാര്യങ്ങളും ചില അബദ്ധങ്ങളിൽ നിന്നൊക്കെയാണ് സംഭവിച്ചു പോകുന്നത് എന്ന് മാത്രം ഞാൻ തൽക്കാലത്ത് ചൂടെ ചേർക്കാം. അങ്ങനെ പറയാം, അതാണ് സംഭവം. അല്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഫുൾ ക്ലീൻ ഷേവ് ചെയ്യണമെന്നൊരു ആഗ്രഹത്തിൽ നിന്നൊരാളല്ല. എൻ്റെ താടിയും മീശയും പോയി, അതിനെക്കുറിച്ച് ഞാൻ അത്രേ പറയുന്നുള്ളൂ. പോയതിനെക്കുറിച്ച് ഓർത്തിട്ട് കാര്യമില്ലല്ലോ, വളരുമല്ലോ, വരട്ടെ. ഇയാൾ സാമ്പത്തികമായിട്ട് ഒരുപാട് സിലുവിനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഒരാളല്ല, ഒരുപാട് പേരാണ് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് പറയുന്നു. അതാണോ കാരണം എന്നും ചോദിക്കുന്നുണ്ട്. ഡ്രാമ പിന്നെ നിങ്ങൾ മാത്രമാണ് നിഷ്പ. ഓക്കെ, അത് പോട്ടെ. സ്വന്തം കുടുംബത്തെ നോക്കാത്ത അവൻ എന്തൊക്കെ ചാരിറ്റി ഇങ്ങനെ ചെയ്യും? ആദ്യം മക്കളെ സ്വന്തമായിട്ട് നോക്കട്ടെ. ന്യായമായ കാര്യമാണ്. എൻ്റെ അമ്മയൊക്കെ എപ്പോഴും പറയും, സ്വന്തം കുടുംബം നോക്കാത്തവരാണോ നാട്ടുകാർ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നുള്ള കാര്യം. സിലുവിൻ്റെ കാശ് മുക്കി ഇനി നമ്മളെ മുക്കാനാ എന്നുള്ള പരിപാടിയൊക്കെ പറയുന്നു. ഓക്കെ, എല്ലാവരും സ്വന്തം കുടുംബത്തിന് നോക്കാത്ത സിലു ഇട്ട് കൊടുത്ത കട അവളുടെ ഗോൾഡും പണവും ഒക്കെ നഷ്ടപ്പെടുത്തി. ഓക്കെ, കഷ്ടപ്പെട്ട് വീഡിയോ ഇട്ടു. മൊണ്ണപ്പൻ ഒരുപാട് മോശം വാക്കുകൾ പറയുന്നു. ഞാൻ ദയവായി അദ്ദേഹം കേൾക്കുകയാണെങ്കിൽ ദയവായി ക്ഷമിക്കുക. ഈ കമൻറ്റ് ബോക്സിൽ ഈ കമൻറ്റുകളൊക്കെ ഉണ്ട്. ഞാനിട്ട കമൻ്റ് അല്ല, അത് വായിക്കുന്നത് മാത്രമേ ഉള്ളൂ. താങ്കൾ അപമാനിക്കാൻ എനിക്ക് യാതൊരു തീരുമാനമില്ല. മുണ്ണപ്പൻ അയാൾ വീഡിയോയിൽ ബുദ്ധുവായി നിൽക്കുമായിരുന്നു. അവൾ ഉറക്കമില്ലാതെ കഷ്ടപ്പെട്ട്. ഇയാൾ പിന്നെ എന്തിന് ചാനലിനെ പറ്റി പറയുന്നു? എനിക്ക് തോന്നുന്നു സിലുവിൻ്റെ ചാനലിനെ കുറിച്ചാണോ അദ്ദേഹം പറഞ്ഞത്. ഇദ്ദേഹത്തിനെ ഒരു ഫർണിച്ചറിൻ്റെ ഒക്കെ ഒരു സംഭവത്തിന് ഒരു ചാനൽ സെപ്പറേറ്റ് ആയിട്ട് തുടങ്ങിയതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പം ആ ചാനലിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് എന്നെനിക്ക് ഡൗട്ടുണ്ട് കേട്ടോ. അറിയുന്നവരെന്ന് കമൻറ്റ് ചെയ്യുക. അദ്ദേഹം ഒരു ചാനലിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ആ വീഡിയോയിൽ പറയുന്ന ചാനൽ മേ ബി അദ്ദേഹം ഒരു കുറച്ച് കാലത്തിന് മുമ്പ് ഇവരുടെ ഒരു ഷോപ്പ് ഇനാഗുറേഷനോ എന്തോ സംഭവം നടന്നല്ലോ. അതിനുമായിട്ട് ബന്ധപ്പെട്ട് സാധനങ്ങൾ പ്രോഡക്റ്റ് വിൽക്കുന്നത് ഓഫർ പറയുന്നൊക്കെ ഒരു ചാനൽ ഉണ്ടായിരുന്നു തോന്നുന്നു. അതാണെന്നൊന്നും തോന്നുന്നു എനിക്ക്. മേ ബി ഇയാളൊരു ഗൾഫുകാരനായിരുന്നു. അയാൾ സമ്പാദിച്ചതൊക്കെ ഇവൾക്ക് പഠിക്കാനെന്ന് പറഞ്ഞ് ചിലവാക്കാത്ത അവൾ കളഞ്ഞതിന് ശേഷം ഒരുപാട് കോഴ്സുകൾ പഠിച്ചിട്ട് ഒരിക്കൽ അക്യുപഞ്ചർ പഠിപ്പിച്ച് അവൾ ക്ലിനിക്ക് വരെ ഇട്ട് കൊടുത്തതാണ്. അവൾ അത് മുന്നോട്ട് കൊണ്ടുപോയില്ല. പല കോഴ്സും അവൾ മുഴുമിക്കത്തില്ല. എല്ലാത്തിലും ചെന്ന് ചേർന്ന് ക്യാഷ് കളയും. അവൾ തന്നെ ശ്രീകണ്ഠൻ നായർ ഷോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കുറേ കഴിയുമ്പോൾ ആർക്കാണ് കേസ് നഷ്ടം വരുമ്പോൾ ജോലി ചെയ്ത് നടക്കും. ഒരാൾ ക്യാഷ് ഉണ്ടാക്കുന്നു, മറ്റേയാളെ നശിപ്പിക്കുന്നു. പിന്നെ സിലു യൂട്യൂബിലൂടെ കാശ് ഉണ്ടാക്കിയപ്പോൾ അയാൾ പുറത്താവാൻ അതെങ്ങനെ ശരിയാവും? അയാൾ ഉണ്ടാക്കിയത് അവൾ തൊലച്ചു. അവൾ ഉണ്ടാക്കിയ കാശിന് വലിയ ഡിമാൻഡ്. നല്ല സമയത്ത് അയാൾ ജോലി ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. ഇവിടെ ഈ ഒരു കാര്യം പറയുന്നത് സിലുവിനെതിരെയാണ്. സിലുവിന് കുറേ കോഴ്സ് പഠിപ്പിച്ചത്, അക്യുപഞ്ചറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ഈ കോഴ്സ് കുറേ പഠിപ്പിച്ചെന്ന് വെച്ചാൽ ഇതിനകത്തൊക്കെ എത്ര കാശ് വരും? ഞാൻ ഒരു കോഴ്സിനെയും വില കുറച്ച് കാണുന്ന ഒരാളല്ല. അത്യാവശ്യം എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെ ഒരുപാട് കാശൊക്കെ അദ്ദേഹം മുടക്കിയെന്നൊക്കെയാണ് ആരോപണം. അയാൾക്ക് വല്ല നല്ല നാണോമാനം ഉണ്ടെങ്കിൽ സൽഹ നല്ലത് തമാശയാവട്ടെ, കഷ്ടപ്പെട്ട്
സൽഹ ലോൺ കെട്ടിത്തീർത്ത പ്രമാണം തിരിച്ചെടുത്ത വീട് വിൽക്കാൻ നോക്കുന്നത്. അപ്പോൾ ഈ സംഭവം ഉള്ളതെന്താണ് ഏതാണ്ട് വിശ്വസിക്കാൻ പറ്റുന്നത്. പ്രവാസിയാവാൻ പോകുന്നവരെയൊക്കെ നാട്ടിൽ വീടും വിറ്റാണോ പോകുന്നത്? തിരിച്ചു വന്നാൽ നിൽക്കാനും ഭാവിയിൽ മക്കൾക്ക് കൊടുക്കാനും അതൊരു അസറ്റായി ബാക്കി കൊടുക്കുകയല്ലേ വേണ്ടത്? ടൗണിലുള്ള സ്ഥലവും വീടും നാളെ മക്കൾക്ക് ഉപകരിക്കാൻ വെക്കേണ്ടേ? അങ്ങനെയാണ് ചിലർ മാനവമര്യാദ ഇല്ലാതെ മറ്റുള്ള അധ്വാന അവകാശം. ഇപ്പം അദ്ദേഹം പറഞ്ഞതിനകത്ത് വളരെ ചൈൽഡിഷ് ആയിട്ടൊരു കാര്യമാണ്. 5 കുട്ടികളുണ്ട്. ഈ 5 കുട്ടികൾക്കും കൂടെ അവകാശപ്പെട്ടതല്ലേ ആ ഒരു അസറ്റ് എന്ന് പറയുന്നത്, വീടെന്ന് പറയുന്നത്. അവരുടെ ഫ്യൂച്ചറിലെത്തിക്ക് വേണ്ടിയിട്ട് ഇവർ തമ്മിലുള്ള പണക്കങ്ങളും വിഷമങ്ങളും ദേഷ്യവും ഒക്കെ ചിലപ്പോൾ മാറിയേക്കാം. അതിൻ്റെ പേരിൽ പെട്ടെന്നൊരു അങ്ങോട്ടും ഇങ്ങോട്ടും പക തോന്നിയിട്ട് ഈ സാധനം വിറ്റ് തുലയ്ക്കുന്ന സമയത്ത് ആ കുട്ടികൾക്ക് എന്താണ് ഉണ്ടാവുക? ഇനി അവർ തന്നെ കഷ്ടപ്പെട്ട് അവർ തന്നെ ഉണ്ടാക്കണമെന്നാണെങ്കിൽ ഓക്കെ, നമുക്കൊന്നും പറയാനില്ല. ഇത് മൂപ്പന് ഷേവിങ്ങിൽ പണി പാളിയെ മക്കളെ ലുക്ക് ഹാൻഡ്സ് ആരൊക്കെ മനസ്സിലാക്കി കളഞ്ഞ് പ്ലാസ്റ്റിക് സർജറി ചെയ്ത മൂപ്പ. എന്നെ കണ്ട് അങ്ങനെയൊക്കെ തോന്നും. ഇയാളിങ്ങനെ പാവം പോലെ ഇരിക്കുന്ന ഭയങ്കര സാധനമാണെന്നൊക്കെ പറയുന്നു. ഈ ആളുകളൊന്നും അറിയാതാണ് ആ സിലുവിനെ കുറ്റം പറയുന്നത്. അവൾ കഷ്ടപ്പെട്ട് ഉറക്കമൊഴിച്ച് ഉണ്ടാക്കിയതെല്ലാം അത്രമാത്രം ആ സ്ത്രീ അത്രമാത്രം അനുഭവിച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ വരെ എത്തിയത്. അതെല്ലാം ആയിട്ട് നശിപ്പിക്കലാണ് ഇയാളുടെ പണി. ഇയാൾക്കൊന്നും അറിയേണ്ട, ഉണ്ടാക്കുന്നതെല്ലാം നശിപ്പിച്ച് കളയാൻ മാത്രമേ അറിയാവൂ. ഇയാളെ കാരണം ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴും അനുഭവിക്കുന്നു. വെറും കള്ളൻ അയാൾ. അനുഭവിക്കാനൊക്കെ അറിയാവുന്ന വെറും കള്ളൻ. അയാളുടെ ഭാഗത്തു നിന്ന് ഒരു സപ്പോർട്ടും സിലുവിന് ഇതുവരെ കിട്ടിയിട്ടില്ല. സിലു കഷ്ടപ്പെട്ടതുകൊണ്ടാണ് അവൾ ഇത്രയും സുഖ സൗകര്യത്തോടുകൂടി ഇപ്പോഴും ജീവിക്കുന്നത്. ആ മക്കൾ എത്ര നല്ലതുപോലെ നോക്കുന്നതും ആ മക്കളെ പഠിപ്പിക്കാനും ആ മക്കളെ നല്ലതിലെത്തിക്കാനും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇയാൾ എന്ത് ചെയ്തു? അവളില്ലായിരുന്നെങ്കിൽ മക്കളെയൊക്കെ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടില്ല ഇതൊക്കെ നേടിയെടുത്തത്. എത്രയോ സ്ത്രീകൾ മക്കളെ ഉപേക്ഷിച്ചിട്ട് മക്കളെ കൊന്നു കളഞ്ഞിട്ട് സ്വന്തം ജീവിതം തേടി പോകുന്നു. അവരെ 5 മക്കളെയും ചേർത്ത് പിടിച്ച് കഷ്ടപ്പെട്ട് മക്കളെ നോക്കുന്നില്ല. അപ്പോൾ നമ്മൾ അവരെ സ്നേഹിക്കാൻ സപ്പോർട്ട് ചെയ്യുകയല്ലേ ചെയ്യേണ്ടത്? എന്തിനാണ് അവരെ വെറുതെ കുറ്റം പറഞ്ഞ് ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നത്? മക്കളെയും അവളെയും എന്നൊക്കെ പറഞ്ഞിട്ട് 119 പേര് എണ്ണത്തിലേക്ക് ചെയ്തു. സോ ഇതൊന്നും അല്ല. ഇതിനകത്തൊരു കമൻറ്റ്, മൂപ്പൻ ലുക്ക് അടിപൊളി, ഓക്കെ താങ്ക് യു. ഒരു കമൻറ്റ് വളരെ സ്ട്രൈക്ക് ചെയ്തൊരു കമൻറ്റ്. അയാൾ ചാരിറ്റി, ഇതാരാ എനിക്ക് മനസ്സിലായി. അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 20 വർഷമാകുന്നു. യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് വെറും 4 വർഷമേ ആയുള്ളൂ. ഈ 4 വർഷം വച്ചുകൊണ്ടാണ് ഈ അന്തം ഫാൻസ് അയാൾ ഗൾഫിൽ പോയിട്ടില്ല എന്ന് പറയുന്നത്. യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുൻപ് അയാൾ ഗൾഫിലായിരുന്നു. ഇത് വല്ലതും സ്വന്തം ഫാൻസിന് അറിയുമോ? ചാനൽ പറഞ്ഞിരുന്നു സൽഹ. ഇവർ ചാനൽ തുടങ്ങിയിട്ട് 8 വർഷമായിട്ട് ഞങ്ങൾ കാണാറുണ്ട് പറഞ്ഞ് 4 വർഷമെന്ന്. അല്ല, 4 വർഷമായിട്ടുള്ളൂ. ഞാൻ കണ്ടിട്ട് തന്നെ 5 വർഷത്തിൽ കൂടുതലായി ഈ സൽഹയും ഇദ്ദേഹത്തിനെയൊക്കെ. എന്താ ഈ പറയുന്നത്? ഈ കമൻറ്റ് ശ്രദ്ധിക്കുക. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് ഭയങ്കരമായിട്ടുള്ളൊരു കമൻറ്റാണ്. സിലുവിൻ്റെ ഊഞ്ഞാൽ തന്നെയാണെന്ന് മൂപ്പർ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. സിലുവിൻ്റെ ഊഞ്ഞാൽ തന്നെ, അഥവാ വിറ്റത് സിലുവിൻ്റെ ഊഞ്ഞാൽ തന്നെയാണെന്നോ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇട്ടിരുന്നത്, വിൽക്കാൻ വെച്ചിരുന്നത് സിലുവിൻ്റെ ഊഞ്ഞാലാണെന്നാണ് പറയുന്നത്. ഇതെന്താ ഉദ്ദേശിക്കുന്ന ഈ കമൻറ്റ് ഉദ്ദേശിക്കുന്ന ആളെന്ന് അറിയത്തില്ല. ബട്ട് ഇതിൻ്റെ തൊട്ട് താഴത്തൊരു കമൻറ്റ്, മൂപ്പർ NPD. സോ സമാധാനത്തിന് വേണ്ടി സിലു മാറി താമസിക്കുന്നു എന്ന് മാത്രം. അവർ പിരിയാനാകില്ല. ഇങ്ങനെ പറയാൻ ഒരാൾക്ക് കഴിയുമോ? ഇത് അവരറിയാത്തവർക്കോ അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കല്ലാതെ ഈ കമൻറ്റ് ഇടാൻ പറ്റുമോ? ഇതിൻ്റെ അകത്തൊരു എൻ്റെ ചിന്ത മൊത്തം പോയ ഒരൊറ്റ കമൻറ്റിൻ്റെ ഈ രണ്ടാമത് കിടക്കുന്ന കമൻറ്റിലാണ്. മൂപ്പർ NPD എന്ന് പറയുന്നു. ഞാൻ പറയുന്നതല്ല, ഇതിൻ്റെ അകത്തുള്ള കമൻറ്റിലാണ്. NPD എന്ന് വെച്ചാൽ നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ള സംഭവമാണ്. സോ അദ്ദേഹത്തിന് NPD എന്ന് പറഞ്ഞൊരു അവസ്ഥയുള്ള ഒരു മനുഷ്യനാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരാളെന്ന് വെച്ചാൽ നമുക്ക് ഞാൻ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുമെന്ന് തോന്നുന്നു. ഇത് ഞാൻ പറയുന്നതല്ല, ഇത് ഇവിടുത്തെ കമൻറ്റിൽ കിടക്കുന്നതാണ്. അപ്പോൾ അവർ പിരിയാനാകില്ല എന്നും ഈ കമൻറ്റിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എവിടെയൊക്കെയോ ഒരു ദുസൂചന എനിക്ക് തോന്നിയത്. കാരണം ഈ എൻ്റെ ഇൻബോക്സിൻ്റെ അകത്ത് വന്ന ചില മെസ്സേജുകളുടെ അകത്ത് കണ്ടത്, ഇതിനകത്ത് കൂടുതൽ എന്താണ് സിലുവിനെ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് തന്നെ ബുദ്ധിമുട്ടാവുകയുള്ളൂ. കാരണം അത്രമാത്രം സിലു അനുഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ആ കാര്യങ്ങൾ അവർ പബ്ലിക്കിനായിട്ട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു അയ്യോഭാവം പരിപാടി ഇമേജൊക്കെ പോവും എന്നൊക്കെ ഉള്ള തരത്തിൽ പറഞ്ഞിരുന്നു. അപ്പം അതിനകത്ത് അവിടെ പറഞ്ഞതിൻ്റെ അകത്തും ഇദ്ദേഹം ഒരു NPD എന്നുള്ള രീതിയിലേക്കൊക്കെ പറയുന്നുണ്ടായിരുന്നു. സോ ഞാനിപ്പോഴും പറയുന്നു, സ്റ്റിൽ നമുക്കറിയാത്തൊരു കാര്യമാണ് ഒരാളുടെ ഒരവസ്ഥയെക്കുറിച്ച് നമ്മളിങ്ങനെ പറയുന്നത് അത്ര ശരിയായിട്ട് ഞാൻ കാണുന്നില്ല. ഇനി അഥവാ അതില്ല എങ്കിൽ അദ്ദേഹം തന്നെ പറയട്ടെ, നമ്മൾ ഇതൊക്കെ ചുമ്മാ എന്നെക്കുറിച്ച് അനാവശ്യം പറഞ്ഞ് പരത്തുന്നതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതിനുള്ള റൈറ്റ് ഉണ്ട്. ബട്ട് ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഇഷ്യൂ കാരണമാണോ സിലു മാറി താമസിച്ചെന്നുള്ള കാര്യം മാത്രമാണ് എൻ്റെ ചിന്ത. അതായത് സിലുവിൻ്റെ ടോക്ക് ഞാൻ ശ്രദ്ധിച്ചു. അവരുടെ ആ ഒരു വീഡിയോയ്ക്കകത്ത് അവർ പറഞ്ഞു പോകുന്നതും ചില ടൈറ്റിൽ അവർ എന്തൊക്കെയോ അവർക്ക് സമൂഹത്തിനോട് പറയണമെന്നുണ്ട്. ബട്ട് അത് അവർക്ക് നേരിട്ട് പറയാൻ പറ്റത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരെയും ബാധിക്കുമെന്നുള്ള തോന്നലുകളിലാണ് അതിനകത്തുള്ള പല കാര്യങ്ങളും പോയിന്റ് ഔട്ട് ചെയ്ത് പോകുന്നത്. ഞാൻ ഇങ്ങനെ അനുഭവിച്ചിരുന്നു എന്നുള്ള കാര്യം പറയുമ്പോഴും അവർ ആരെയൊക്കെയോ അപ്പോഴും സേവ് ചെയ്യുന്നുണ്ട്.
ഞാൻ പറഞ്ഞല്ലോ, സൈക്കോളജി പഠിച്ചവർക്ക് വ്യക്തമായിട്ടത് മനസ്സിലാവും. ആരെയൊക്കെയോ സേവ് ചെയ്തുകൊണ്ട് സിലു ടോക്സിലെ സൽഹ അവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവരുടെ ലൈഫിൻ്റെ അകത്ത് നടക്കുന്ന വളരെ ദുരന്തപരമായിട്ടുള്ള, അല്ലെങ്കിൽ അവർക്ക് മാനസികമായിട്ട് അവരെ തകർത്തുകൊണ്ടിരിക്കുന്ന എന്തോ ഒരു കാര്യം ആ വീട്ടിൽ അരങ്ങേറുന്നുണ്ട്, നടക്കുന്നുണ്ട്. അതിൽ നിന്നും അവർക്ക് താൽക്കാലികമായിട്ടെങ്കിലും ഒരു മാറി നിൽക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിട്ടുള്ളതാവണം എന്നുള്ളതാണ്. കാരണം ഇവിടെ NPD എന്നുള്ള വേർഡ് വന്നതുകൊണ്ട് മാത്രമാണ്. കാരണം NPD എന്നുള്ള സംഭവമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലത്തുള്ള ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരു കാരണവശാലും അങ്ങനെയുള്ളൊരു ക്യാരക്ടറുള്ള ആൾക്കാരോടൊപ്പം ജീവിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള കാര്യം അങ്ങേയറ്റം വളരെ വളരെ ഭയാനകമായ കാര്യമാണ്. അങ്ങനത്തെ ഒരു അവസ്ഥ ഉള്ളവർക്ക് മാത്രം, അങ്ങനെ ഉള്ളവരുടെ കൂടൊപ്പം ജീവിക്കുന്നത്. NPD ആയിട്ടുള്ള വൈഫ് ഉണ്ടാവാം, NPD ആയിട്ടുള്ള ഹസ്ബൻഡ് ഉണ്ടാവാം. അപ്പം അതുപോലെ തന്നെ പല ആൾക്കാരും നമുക്ക് സമൂഹത്തിൻ്റെ അകത്ത് അങ്ങനെ കാണുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ മുൻകാല വീഡിയോകളിൽ വളരെ പ്രമാദമായ ചില കേസുകളിൽ അവിടുത്തെ ഏറ്റവും വലിയ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ചില ആൾക്കാരുടെ ക്യാരക്ടർ അടക്കം നമ്മളെ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് എത്തി. പല അതിജീവിതമാരായിട്ടുള്ള അതിൻ്റെ കുറേ സ്ത്രീകൾ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് പുറത്ത് വിട്ട പല കാര്യങ്ങളിനകത്തും NPD വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. സോ ഇവിടെയും ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു നമ്മുടെ ഈ കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് അവർ പിരിയത്തില്ല, അവർ എന്താണ് പിരിഞ്ഞ് താമസിക്കുന്നേ ഉള്ളൂ, അവർ പിരിയില്ല, അവർ ഒരുമിക്കും എന്നുള്ള കാര്യം പറയുമ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ തന്നെ ഉള്ള ആൾക്കാർക്ക് ഇത് എന്തൊക്കെയോ അറിയാമെന്നുള്ള ആരൊക്കെയോ കമൻറ്റ് ഇട്ടതാണ് എനിക്ക് വിശ്വസിക്കാൻ തോന്നുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി അവിടെ പോയിട്ട് അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് എടാ നീ അതല്ലേ നീ ഇതല്ലേ, അങ്ങനെ ചെയ്യരുത്. ഞാൻ പറയുന്നത് നമ്മളിപ്പം ഇവരുടെ ഈ ലൈഫിൻ്റെ അകത്ത് എന്തൊക്കെയോ നടക്കുന്നു. ഇപ്പം ഈ ഒരു കണ്ടീഷനിൽ കൂടെ പോകുന്ന, ഇപ്പോൾ NPD ഒന്നും ആവാതിരിക്കട്ടെ എന്ന് ഞാൻ പറയാം, കാരണം ഇതൊക്കെ കമൻറ്റുകളാണ്. അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ കുട്ടികൾക്ക് സൈക്കോളജിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ടാവും. അവർക്ക് ട്രോമാറ്റിക് കണ്ടീഷനിലൂടെ അവർ പോകും. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കുട്ടികളുടെ മെൻ്റൽ ഹെൽത്തിനെ അത് ഒത്തിരി ബാധിച്ചിട്ടുണ്ടാവാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു കാരണം കൊണ്ടാവാം മേ ബി സലഹ അവിടെ നിന്ന് മാറി താമസിച്ചത്, നമുക്കറിയില്ല. അതല്ല എങ്കിൽ അദ്ദേഹം തന്നെ പറയണം, അദ്ദേഹത്തിന് അങ്ങനെയൊന്നുമല്ല, ഇന്ന കാരണങ്ങൾ നമ്മുടെ പബ്ലിക്കിൻ്റെ മുമ്പിൽ അദ്ദേഹം തന്നെ പറഞ്ഞ് വീട് വിറ്റിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നു. അദ്ദേഹത്തെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ശ്രമിക്കുന്നത് മാത്രമാണ് ആ വീഡിയോക്കകത്ത് ഞാൻ കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിനുള്ള ഒരു 5 കുഞ്ഞുങ്ങളെ കാര്യം അദ്ദേഹം എങ്ങും ആ വീഡിയോക്കകത്ത് എവിടെയും മെൻഷൻ ചെയ്ത് സംസാരിച്ചത് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാനൊരു മുൻപ് ഒരു പ്രവാസിയായിരുന്നു, അപ്പോൾ എൻ്റെ ചാനലൊക്കെ വേറെ ആൾക്കാരുടെ കയ്യിലായിരുന്നു, അവർ കൊണ്ടുപോയി. അപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനെ കുറേ എൻ്റെ മക്കൾക്ക് വേണ്ടി എനിക്ക് ജീവിക്കണം എന്നുള്ള രീതിയിൽ അവിടെ എവിടെയെങ്കിലും ഒരു വാക്ക് പോലും ഞാൻ ശ്രദ്ധിച്ചിട്ട് കണ്ടില്ല കേട്ടോ. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. സോ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മേ ബി നല്ലതായിട്ടുള്ള കാര്യങ്ങളും വന്ന് ഭവിക്കട്ടെ. മറിച്ച് മറ്റൊരാളുടെ ലൈഫിൻ്റെ അകത്ത് ഇത്രയും ഗതികെട്ട കാര്യം നടക്കുമ്പോൾ ഇപ്പം സൽഹയെ കുറ്റം പറയുക, അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ കുറ്റം പറയുക, ഇതാണെങ്കിൽ പോലും അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്നും ഇനി അദ്ദേഹം വീഡിയോ ചെയ്യുന്നതാണല്ലോ പറയുന്നത്. മേ ബി അദ്ദേഹത്തിന് ഇനി പറയാനുണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ. ഇങ്ങനെ ചില അനാവശ്യമായിട്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, അങ്ങനെയൊന്നുള്ള കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ തമ്മിൽ ചിലപ്പോൾ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ആവാം, ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് മാറിയേക്കാം. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല. മറിച്ച് എൻ്റെ ഇൻബോക്സിൻ്റെ അകത്ത് വന്ന മെസ്സേജിൻ്റെ അകത്ത് പലതും സൽഹയെ കൊണ്ട് ഇദ്ദേഹം ചൊറിഞ്ഞ് വല്ലതും പറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് തന്നെ അത് പണിയാവും എന്നുള്ള രീതിയിലേക്കൊക്കെ ഉള്ളതാണ് അതിനകത്തുള്ള ഇൻബോക്സ് മെസ്സേജസ് ഒക്കെ. അപ്പോൾ നമുക്കും അറിയില്ല എന്താ കാര്യം എന്നുള്ളത്. ഇവരുടെ രണ്ടുപേരുടെ ഇടയിൽ മാത്രം നിൽക്കുന്ന എന്തോ വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. ചിലപ്പോൾ വളരെ ചെറുതായിരിക്കാം, ചിലപ്പോൾ സൗന്ദര്യ പണക്കങ്ങളായിരിക്കാം, അങ്ങനെയൊക്കെ ആവട്ടെ, അതെല്ലാം ചിലപ്പോൾ മാറി വരട്ടെ. അപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നത് എൻ്റെ ഇൻബോക്സിൽ വന്നതും സിമിലർ ആയിട്ട് ഉള്ളതുകൊണ്ട് നിങ്ങൾ അറിയിക്കണമെന്ന് മാത്രം ഞാൻ വിചാരിച്ചു. ഞാനതുകൊണ്ട് വീഡിയോ ചെയ്തു. രണ്ടുപേരും അതുപോലെ തന്നെ 5 മക്കളും ഒക്കെ ആയിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ ബൈ.